വീട്ടിൽ നിന്ന് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് പറയുന്നത്. ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ച് പരീക്ഷിക്കാവുന്നതാണ്. പരീക്ഷിച്ച് പറയുന്ന ഫലം അതിന് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാവസായിക അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി ആദ്യം നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, അതിനുശേഷം കുറച്ച് വ്യാപ്തി കൂട്ടി മുമ്പോട്ട് പോകാവുന്നതാണ്. നല്ല രീതിയിൽ ജീവിക്കാൻ ഒരു ചുറ്റുപാട് ഉണ്ടാക്കി തരുന്ന ഒരു ചെറുകിട ബിസിനസ്സാണ് ഇത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഉപയോഗത്തിനുള്ള പ്രോഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മുമ്പോട്ട് പോവുക. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്ന് ഒരു ക്ലീനിങ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. മാർബിള് ക്ലീൻ ചെയ്യാം, ടൈൽസ് ക്ലീൻ ചെയ്യാം, സിമെന്റ് തറ ക്ലീൻ ചെയ്യാം. ഇവയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുന്നത് ഓൾറെഡി. അപ്പോൾ അത് ഒരു പരിധിവരെ കീടങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയാം. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ കൈക്കോ കാലിനോ ഒന്നും പ്രശ്നം ഉണ്ടാക്കാത്ത സാധനമാണ്. എന്നാൽ കീടങ്ങളെ നശിപ്പിക്കുന്നതിൽ ഇത് മുൻപന്തിയിലാണ് താനും. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പുൽത്തൈലം വേണം 20 ml, ചെറിയ ക്വാണ്ടിറ്റി ആണ് പറയുന്നത്. യൂക്കാലി തൈലം വേണം 20 ml, തുളസി നീര് വേണം 10 ml, കർപ്പൂര പരല് വേണം 5 ചില്ല്. ഈ പരല് എന്ന് ഉദ്ദേശിക്കുന്നത് പച്ചക്കർപ്പൂരമാണ് കേട്ടോ. പിന്നെ വേണ്ടത് വെള്ളം വേണം 2 ലിറ്റർ. അപ്പൊ ഇത്രയും സാധനം കൊണ്ട് നമ്മൾ ഏതാണ്ട് ഒരു 2 ലിറ്ററിന്റെ പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ചെയ്യേണ്ടത്, ഈ നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിലേക്ക് തുളസി നീര് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം കർപ്പൂരം പൊടിച്ച് ചേർക്കണം, അതും നന്നായിട്ട് ഇളക്കുക. ദെൻ പുൽത്തൈലം ചേർക്കാം, ഇളക്കുക. യൂക്കാലി ചേർക്കാം, ഇളക്കുക. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം നന്നായിട്ട് ഏറ്റവും കണ്ണി അകലം കുറഞ്ഞ അരിപ്പയിൽ അരിച്ചെടുക്കുക. കാരണം ചില തരികളും പൊടികളും ഒക്കെ അതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് അരിച്ചെടുത്ത് ബോട്ടിൽ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് ഉപയോഗിക്കുമ്പോൾ, അതായത് ആരാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുകയോ അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാൻ. അതായത് 2 ലിറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ 4 ലിറ്റർ ആക്കി വേണം ഉപയോഗിക്കേണ്ടത്. സാധാരണ തറ തുടയ്ക്കുന്നത് പോലെ തുടച്ചാൽ മതി. പ്രത്യേകം കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.